ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കേവർക്കും ജയറ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല രുചികരമായ നാടൻ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനിന്ന് നിങ്ങളെ കാണിക്കാം. അതിൻ്റെ കൂടെ നല്ല ചിക്കൻ കുറുമ അതുകൂടെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ വീഡിയോ വഴി ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് 1 കിലോ മൈദയാണ്. മൈദ മാവ് 1 കിലോ, 2 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, എണ്ണ എന്നിവ ചേർത്ത് കുഴച്ച് 2 മണിക്കൂർ ഞാനിതിങ്ങനെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 2 മണിക്കൂർ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മയം കിട്ടാൻ വേണ്ടിയാണ്. ഇത് പുളിച്ച് വന്ന് നല്ല പൊറോട്ട ഉണ്ടാകണമെങ്കിൽ നല്ല മയം വേണം, അതിനുവേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത്. അടുത്തത് നമ്മളിത് ചെയ്യാൻ പോകുന്നത്, ഇത് ബോള് പിടിക്കണം. ബോള് പിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ബോള് പിടിക്കുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ കത്തി വെച്ച് നല്ല രീതിയിൽ ഇത് ബോള് പിടിക്കത്തക്ക രീതിയിൽ നമ്മളിത് മുറിക്കണം. നമ്മൾ ബോള് പിടിച്ച ശേഷം നമ്മൾ എണ്ണ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അതിൻ്റെ ഈർപ്പം പോകാതിരിക്കാൻ ഒരു നല്ല ക്ലീനായിട്ടുള്ള ഒരു തുണി എടുത്ത് നമ്മളിങ്ങനെ മൂടണം. ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം, ഈർപ്പം പോകാതിരിക്കാനായിട്ട്. എന്നും ഞാൻ ഞങ്ങളുടെ വീട്ടിലെ കിച്ചണിൽ വെച്ചായിരുന്നു കറികളൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ബാക്കാട് കിച്ചണിൽ വന്ന് ഒരു ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം പാത്രം നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. ഇനി ഈ എണ്ണ ചൂടായ ശേഷം ഞാനൊരു 5 സവാളയാണ് അരിഞ്ഞ് നല്ല നീളത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഈ ഓയിലിലേക്ക് ഇടുന്നു. ഇനി നല്ലവണ്ണം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാള നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഞാനൊരു 5 സവാളയാണ് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇത് ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുത്തത്. വേണ്ടേ, ഇപ്പം 5 സവാള ഇട്ടെങ്കിലും ഇത് ഹാഫായിട്ട് നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇപ്പം ആ പകുതിയായി, 5 സവാളയുടെ പകുതിയായി. ഇതേണ്ട നോക്കിക്കേ, നല്ല ബ്രൗൺ കളറായി. ഇനി ഞാനിത് ഹാഫായിട്ട് തിരിച്ചിട്ട് ഈ ബൗളിലേക്ക് ഞാൻ ഇത് ഇടുന്നു. ഈ സവാള പുളി പകുതി മാറ്റിയത് നമ്മളിത് അരച്ച് ചേർക്കാൻ വേണ്ടിയാണ്. ഈ സവാള നല്ലതായിട്ട് വഴന്ന ശേഷം ഇത് അരച്ച് ചേർക്കും. അതിനുവേണ്ടി ഞാൻ ഇവിടോട്ട് മാറ്റി വയ്ക്കുന്നു. തണുത്ത ശേഷമേ ഇത് നമ്മൾ അരയ്ക്കത്തുള്ളൂ. ഇനി ഞാൻ അടുത്തതായിട്ട് ഈ ഉള്ളി ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയ ശേഷം ഈ വെളിച്ചെണ്ണ ഈ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ ഓൾ സ്പൈസസ് ഇടുന്നു. അതിന് വേണ്ടി ഞാൻ ഒരു 5 ബേ ലീഫാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഇടുന്നു. 8 കറുകപ്പട്ട, 8 ഗ്രാമ്പൂ, കുറച്ച് ഏലക്ക ചതച്ചത്, കുരുമുളക് പൊടി ഞാൻ ചതച്ച് വെച്ചത് ഒരു 1.5 സ്പൂണുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇടുന്നു. എന്നിട്ട് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതായിട്ട് ഇത് മൂക്കണം. അതുകൊണ്ട് ഞാൻ ഈ സ്പൈസസ് ഒക്കെ ഇട്ടപ്പോൾ തന്നെ നല്ല മണമായി തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി ഈ എണ്ണയൊക്കെ കിടന്ന് നല്ലതായിട്ട് ഇത് ചൂടായതുകൊണ്ടാണ് ഈ സ്പൈസസിൻ്റെ മണം ഇങ്ങനെ വരുന്നത്.
അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നു. ഇനി നല്ലവണ്ണം നമുക്കിത് മിക്സാക്കി കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട ശേഷം ഇത് നല്ലവണ്ണം നമുക്ക് മൂപ്പിച്ചെടുക്കണം. എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പച്ചമണം മാറണം. അതുവരെ നമ്മൾ നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം ഇപ്പം ഇത് വഴന്നിട്ടുണ്ട്. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് എല്ലാം ഉള്ളിയെല്ലാം നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കരിയാപ്പില ഇടുന്നു. കരിയാപ്പിലയൊക്കെ ഏറെ വേണം. ഇതിന് നല്ല മണമൊക്കെ വരണമെങ്കിൽ കുറച്ച് കരിയാപ്പില നമ്മൾ നല്ലതായിട്ട് ചേർക്കണം. ഇനി നമ്മൾ നല്ലതായിട്ട് വഴന്ന ശേഷം നമ്മൾ കുറച്ച് 2-3 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇടുന്നു. അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ഇടുന്നു. ഇനി നല്ലവണ്ണം നമുക്കിത് മിക്സാക്കാം. നമ്മൾ മുമ്പേ ഒരു 20 മിനിറ്റ് മാറ്റി വെച്ച ബോള് നമ്മൾ ഇതുപോലെ പരത്തുകയാണ്. 2 പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള ബോളാണ് നമ്മൾ പിടിച്ചത്. ഓരോ ബോൾ എടുത്ത് നമ്മൾ ഇതുപോലെ പരത്തി ഇങ്ങനെ വീശണം. ഗൾഫിലെ പ്രവാസ ജീവിതത്തിൽ നിന്നാണ് ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കുന്നതെല്ലാം പഠിച്ചത്. ഇവിടെ വന്ന് വീണ്ടും പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ബോൾ പിടിച്ച ശേഷം പൊറോട്ടയ്ക്ക് വേണ്ടി മുമ്പേ നമ്മൾ ഇതുപോലെ ഓരോ ചുരുളുകളാക്കി മാറ്റി വെച്ചു. അങ്ങനെ 20 മിനിറ്റോളം നമ്മൾ മാറ്റി വെച്ച ശേഷം അത് കുതിരാൻ വേണ്ടി നമ്മൾ തോർത്തിട്ടു. അതിനുശേഷം തോർത്ത് നമ്മൾ മാറ്റി ഈ ഒരു പരുവത്തിലാക്കി. അടുത്ത നമ്മളിനി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഇട്ട പൊടികളെല്ലാം നല്ലവണ്ണം മൂത്ത് തുടങ്ങി. ഞാൻ കുറേ 3 തക്കാളിക്കാണ് ഇവിടെ അരിഞ്ഞു വെച്ചത്. അത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. ഇനി നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലവണ്ണം ഇത് മിക്സാക്കി കൊടുക്കാം, അടിക്ക് പിടിക്കാതെ. ഇട്ട് തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇതിലേക്ക് ഇടുന്നു. ഇനി ഇത് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലകളെല്ലാം ഈ ചിക്കനെ പിടിക്കണം.
അതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ കുറുമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ഇതിങ്ങനെ കുറുകി ഇരിക്കണം. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിക്കാം. ഈ ചിക്കനൊക്കെ നല്ലവണ്ണം ഇളക്കിയ ശേഷം നമുക്ക് ഈ ഒരടപ്പ് വെച്ച് ഇത് അടയ്ക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് 15 മിനിറ്റ് നമ്മൾ വേവിച്ചാൽ മതി. ഇത് ഫ്രോസൺ ചിക്കനാണ്. അതുകൊണ്ട് ഞാനിത് 15 മിനിറ്റേ വേവിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ച ഉള്ളി തണുത്തിട്ടുണ്ട്, വറുത്ത് വെച്ച ഉള്ളി തണുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. അതിനുശേഷം കുറച്ച് തൈരും ഉള്ളി ഞാൻ ഈ ജാറിലേക്ക് ഇടുന്നു. അതിനുശേഷം 4 ടീസ്പൂൺ തൈര് ഇതിലേക്ക് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തുകൊണ്ട് വരാം. ഇനി ചിക്കൻ കുറുമ നല്ലതായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനേന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് എണ്ണയൊക്കെ മേളിൽ പതിഞ്ഞ് പൊങ്ങുന്നുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച ഉള്ളിയും തൈരും അരച്ചു വെച്ചായിരുന്നല്ലോ, അത് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പം തുറന്നപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് നല്ല മണം വരുന്നുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കഴിക്കുമ്പോൾ എന്തുവാണെന്ന് നമുക്ക് നോക്കാം, പറയാം. എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം മിക്സാക്കിയ ശേഷം ഇത് 10 മിനിറ്റ് നമുക്ക് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഈ ചിക്കൻ കുറുമ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റൗവ് ഓഫ് ചെയ്തിടാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇടുന്നു. അതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ഇടുന്നത്. പിന്നെ ഞങ്ങൾ പൊറോട്ട കഴിക്കാൻ വേണ്ടി ഇച്ചിരി കുറുമയ്ക്കകത്ത് ഇച്ചിരി ചാറ് കൂടിപ്പോയി. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇച്ചിരി ചാറാക്കിയതാണ്. അത് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചത്. നമ്മൾ ഈ പൊറോട്ട നമ്മൾ ഇങ്ങനെ ചുരുട്ടി വെച്ചത് പരത്തുകയാണ്. കാരണം ചപ്പാത്തി പരത്തുന്ന പോലെയുള്ള ഒരു മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ ഞാനത് കാണിച്ചു തരാം. കുറച്ച് മൂത്ത ശേഷം 2 സൈഡ് ഇങ്ങനെ തിരിച്ച് വേണം, കരിയരുത്. അതിന് കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ടയുടെ ടേസ്റ്റ് പോകും. നമ്മൾ അടുത്താണ് മെയിനായിട്ട് ഈ പൊറോട്ടയ്ക്ക് എങ്ങനെ ടേസ്റ്റ് വരുത്തുന്നത്. ഇതളായിട്ട് മാറണമെന്നുണ്ടല്ലോ. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ അടിക്കണം. ഇടയ്ക്ക് കൈയൊക്കെ പൊള്ളും, എന്നാലും സാരമില്ല. നല്ല രുചി വേണമെങ്കിൽ ഇത് ഇങ്ങനെ അടിക്കണം. കണ്ടോ, ഇപ്പം നല്ല ഇതളായിട്ട് ഇത് കിട്ടും. അത് കഴിഞ്ഞ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങളങ്ങനെ പൊറോട്ട അടിച്ചു കഴിഞ്ഞു. പൊറോട്ട ചുട്ടു ഉണ്ടാക്കി.
അതിൻ്റെ കൂടെ തന്നെ നല്ല ചിക്കൻ കുറുമ, നല്ല കറി ഞങ്ങളുണ്ടാക്കി. ഇന്നത്തെ ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇവിടെ അവസാനിച്ച് ഇനി ഞങ്ങളിത് ഒരുമിച്ച് ഭക്ഷിക്കാൻ പോവുകയാണ്. ഓക്കെ, ഞങ്ങൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി. അടുത്തത് ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞങ്ങളിങ്ങനെ പാത്രത്തിലോട്ട് ഇത് സെർവ് ചെയ്യുകയാണ് കേട്ടോ. ചിക്കൻ കറി ഇത് ഞങ്ങളിനി ടേസ്റ്റ് നോക്കട്ടെ, ഇന്ന് കഴിച്ച് നോക്കിയിട്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളത് ഷെയർ ചെയ്യണം. താങ്ക് യു.